നമസ്തേ. ഗീതാ സബരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാ സബരിയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 14, 15, 16 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പ്രകൃതിയും കർമ്മയോഗവും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു പാരസ്പര്യം ആണ് ഇവിടെ ഒരു പ്രകൃതി ചക്രം എന്ന് ഭഗവത്ഗീത തന്നെ പറയുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചക്രം എന്ന് ഭഗവത്ഗീത തന്നെ പറയുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ശ്രീ ഭഗവാൻ ശോകമോഹങ്ങൾക്ക് വശംവദനായി തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനന് കർമ്മയോഗത്തിൻ്റെ പാഠങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഈ കർമ്മയോഗത്തെ പ്രശംസിച്ചുകൊണ്ട് ശ്രീ ഭഗവാൻ നേരത്തെ പറഞ്ഞു, ഈ കർമ്മയോഗം കൊണ്ട് നീ പ്രകൃതി ശക്തികളെ ദേവന്മാർ എന്നാണ് അവിടെ പറയുന്നത്, ദേവാൻ ഭാവയത അനേന, പ്രകൃതി ശക്തികളെ പരിപോഷിപ്പിക്കുക. ഈ പ്രകൃതി ശക്തികളാകട്ടെ തിരിച്ച് നിന്നെ പരിപോഷിപ്പിക്കട്ടെ. കാരണം പ്രകൃതി ശക്തികളുടെ സംരക്ഷണമില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ജീവജാലങ്ങൾ അങ്ങോട്ടും പ്രകൃതി ശക്തികൾ ഇങ്ങോട്ടും പരസ്പരം ഭാവയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പരിപോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശ്രേയസ്സിനെ പ്രാപിക്കൂ എന്ന് ബ്രഹ്മാവ് പറയുന്നതായി ശ്രീ ഭഗവാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ ഒരാളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള പാപചോദനകൾ ഇല്ലാതെയാവുകയും, പാപമെന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വാസനകളാണ്, അതില്ലാതെയാവുകയും മനസ്സിൽ ശാന്തി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നും ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ പറയുണ്ടായി. അതായത് യജ്ഞശിഷ്ടാശിനസ്സന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി, യജ്ഞശിഷ്ടത്തെ സ്വീകരിക്കുന്നവരായ, കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ ഫലമായി അത് ചെയ്തതിനു ശേഷം ലഭിക്കുന്നതെന്തോ അതിനെ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നവരായ, മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് പോലെ സിദ്ധ്യ അസിദ്ധ്യോഹോ സമോഭൂത്വ, സിദ്ധിയായാലും ശരി അസിദ്ധിയായാലും ശരി അതിനെ സമമായി സ്വീകരിക്കുന്നതിൻ്റെ ഫലമായി മനസ്സിൽ ഒരു സ്ഥിതപ്രജ്ഞത്വം, മനസ്സിൽ ഒരു ശാന്തി ഒരാൾക്ക് ഉണ്ടായി വരുന്നു. ഇങ്ങനെ ഈ കർമ്മയോഗത്തിൻ്റെ പ്രസക്തി പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കർമ്മയോഗത്തിന് ഈ പ്രകൃതി ചക്രവുമായി, പ്രകൃതിയിൽ നിലനിൽക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചക്രവുമായി അതിൻ്റെ ഒരു ബന്ധം, അതിൻ്റെ പ്രസക്തി അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇവിടെ ഈ ശ്ലോകങ്ങൾ. നോക്കാം നമുക്ക്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ, യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം, തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ, അഖായുരിന്ദ്രിയാ രാമോ മോഘം പാർത്ഥ സജീവതി. ഇതാണ് ആ ശ്ലോകങ്ങൾ. അവിടെ പറയുന്നു, അന്നാത് ഭവന്തി ഭൂതാനി, ഭൂതങ്ങൾ അഥവാ ജീവജാലങ്ങൾ അന്നാത് ഭവന്തി, അന്നത്തിൽ നിന്നുണ്ടാകുന്നു, അഥവാ അന്നം ഭക്ഷിച്ച് ഭക്ഷണത്തിൻ്റെ ഫലമായി ഈ ജീവജാലങ്ങൾ നിലനിൽക്കുന്നു. അന്നാത് ഭവന്തി ഭൂതാനി, ഈ അന്നം എങ്ങനെയുണ്ടാകുന്നു? പർജന്യാത് അന്നസംഭവ, പർജന്യത്തിൽ നിന്ന്, മഴയിൽ നിന്ന് ആണ് ഈ അന്നമുണ്ടാകുന്നത്, ഭക്ഷണപദാർത്ഥം ഉണ്ടാകുന്നത്. യജ്ഞാത് ഭവതി പർജന്യ, ഈ പർജന്യം, മഴ എങ്ങനെയുണ്ടാകുന്നു? യജ്ഞത്തിൽ നിന്ന് അഥവാ കർമ്മയോഗത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. യജ്ഞ കർമ്മസമുദ്ഭവ, യജ്ഞം അഥവാ കർമ്മയോഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു കർമ്മസമുദ്രം ഉണ്ടല്ലോ, ആ കർമ്മപ്രളയം, അതിൽ നിന്നാണ്, അത് കോടിക്കണക്കിനുള്ള കർമ്മങ്ങൾ മനുഷ്യർ ചെയ്യുന്നതും മറ്റ് ജീവജാലങ്ങൾ ചെയ്യുന്നതും പ്രകൃതി ചെയ്യുന്നതുമായ ഈ കർമ്മങ്ങളുടെ ഒരു വലിയ സമുദ്രം. ആ സമുദ്രത്തിലൊരു ഭാഗമാണ് ഈ
യജ്ഞം അഥവാ കർമ്മയോഗം എന്ന് പറയുന്നത്. എല്ലാ കർമ്മവും കർമ്മയോഗമല്ല, എന്നാൽ എല്ലാ കർമ്മയോഗവും കർമ്മത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ്. അതാണ് ഈ കർമ്മത്തിൽ ഒരു ഭാഗമാണ് കർമ്മയോഗം. അതുകൊണ്ടാണ് ഈ യജ്ഞം എന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിധി. എന്നാൽ ഈ പ്രകൃതിയിലെ ഈ കോടി കണക്കിനുള്ള കോടി തരത്തിലുള്ള കർമ്മങ്ങളാകട്ടെ, ഇത് പ്രകൃതിയുടെ സൃഷ്ടിശക്തി. അതാണ് ബ്രഹ്മാവെന്ന് പറയുന്നത്. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന് നമ്മൾ സങ്കല്പിക്കരുത്. ഈ പ്രകൃതിയുടെ സൃഷ്ടിശക്തി എന്ന് വേണം നമ്മൾ സങ്കല്പിക്കാൻ. ആ പ്രകൃതിയുടെ സൃഷ്ടിശക്തിയാണ് ബ്രഹ്മാവ്. ആ സൃഷ്ടിശക്തിയിൽ നിന്ന് ഈ കർമ്മങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ, കർമ്മങ്ങൾ എപ്പോഴും ആരെങ്കിലും ഒരാൾ സൃഷ്ടിച്ചാൽ മാത്രമേ ഈ കർമ്മം ഉണ്ടാവുള്ളൂ. കർമ്മത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു ബോള്, ആ ബോൾ ചലിക്കണമെങ്കിൽ അതിനൊരു ഒരു പ്രേരണ വേണം. ആ ഒരു പ്രേരണ ഇല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ഒരു കർമ്മവും നടക്കില്ല. ആ പ്രകൃതിയിലെ കർമ്മങ്ങൾ ആരാണോ പ്രേരിപ്പിക്കുന്നത് ആ ആളാണ് ഈ സൃഷ്ടിശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവിൽ നിന്നാണ് ഈ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മാവ് എവിടെ നിന്നുണ്ടാകുന്നു? ബ്രഹ്മ അക്ഷരസമുദ്ഭവം, അക്ഷരബ്രഹ്മത്തിൽ നിന്ന് അഥവാ പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ് ഈ സൃഷ്ടിശക്തി രൂപപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഒരു ഒരു ചക്രമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് അന്നത്തിൽ നിന്നാണ്, ഭക്ഷണത്തിൽ നിന്നാണ്. ഈ ഭക്ഷണമാകട്ടെ മഴയിൽ നിന്നുണ്ടാകുന്നു. ഇവിടെ മഴ എന്ന് പറയുമ്പോൾ മഴയെ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എന്ന് മനസ്സിലാക്കണം. ഈ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതേസമയം സന്തുലിതമായ അവസ്ഥയിൽ വേണ്ടത്ര മഴ കിട്ടുകയും ഈ സസ്യങ്ങളും മറ്റും വളരുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ആ ഒരവസ്ഥ ഇല്ലാതെയാവാനുള്ള കാരണം ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ്. സ്വതവേ തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ. പക്ഷേ അനവധി പ്രദേശങ്ങൾ നമുക്ക് വാസയോഗ്യമായ ഈ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ കൂടി അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ഈ കടന്നുകയറ്റം കൊണ്ടാണ്, മനുഷ്യൻ്റെ ദുര കൊണ്ട്. ഈ ദുരയെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ് യജ്ഞം അഥവാ കർമ്മയോഗം. കാരണം കർമ്മഫലത്തോടുള്ള അത്യാഗ്രഹമില്ലാതെ ഇതെൻ്റെ കർത്തവ്യമാണെന്ന ഭാവത്തോടു കൂടി ചെയ്യുന്നതാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ ഫലമായി പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിൽക്കുകയും അതിൻ്റെ ഫലമായി ഈ മഴയും മറ്റ് ഈ പ്രകൃതി ശക്തികളെല്ലാം തന്നെ ബാലൻസ്ഡായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഈ യജ്ഞാത് ഭവതി പർജന്യ എന്ന് പറയുന്നത്. യജ്ഞത്തിൽ നിന്ന് കർമ്മയോഗത്തിൻ്റെ ഫലമായി, മനുഷ്യൻ ചെയ്യുന്ന കർമ്മയോഗത്തിൻ്റെ ഫലമായി ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകാതെ നിലനിൽക്കുന്നു. യജ്ഞ കർമ്മസമുദ്ഭവ. ഈ കർമ്മയോഗമാകട്ടെ ഈ കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിലെ കർമ്മം എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്. ആ കർമ്മമോ ബ്രഹ്മോദ്ഭവം. അതായത് പ്രകൃതിയുടെ സൃഷ്ടിശക്തിയാണ് ഇവിടെ ബ്രഹ്മാവെന്ന് പറയുന്നത്. ആ ബ്രഹ്മാവിൽ നിന്നാണ് ഈ കർമ്മം ഉണ്ടാകുന്നത്. വിദ്ധി എന്നാൽ നീ അറിയണം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ഈ സൃഷ്ടിശക്തിയാകട്ടെ അക്ഷരസമുദ്ഭവം, അതായത് ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ സൃഷ്ടിശക്തി. തസ്മാത് അതുകൊണ്ട് സർവഗതം ബ്രഹ്മ, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈ ബ്രഹ്മം, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈ പരമാത്മ ചൈതന്യമാകട്ടെ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. പരമാത്മ ചൈതന്യം ഏതെങ്കിലും ഒന്നിൽ പ്രതിഷ്ഠിതമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരമാത്മ ചൈതന്യത്തിന് നിലനിൽക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാം പരമാത്മ ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് യജ്ഞേ പ്രതിഷ്ഠിതം? ഈ കർമ്മയോഗത്തിലാണ് ഇത് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. കർമ്മയോഗത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്ന് പറയാനുള്ള കാരണം ഈ കർമ്മയോഗത്തെ ആശ്രയിച്ചാണ് മനുഷ്യൻ ഈ സർവഗതമായ ബ്രഹ്മത്തെ, പരമാത്മ ചൈതന്യത്തെ അറിയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കർമ്മയോഗ അനുഷ്ഠാനം ചെയ്യാത്ത ഒരു വ്യക്തി, അതായത് തൻ്റെ
ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് കർമ്മം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ പരമാത്മ ചൈതന്യത്തെ അറിയാൻ ആ ആൾ പറയുന്നത് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്നായിരിക്കും. കാരണം ആ ആളെ സംബന്ധിച്ച് മനസ്സിൽ അങ്ങനെയൊന്ന് ഈ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അതാണ് ശരീര മനസ്സുകളിൽ നിന്ന് വേറിട്ടൊരാത്മാവിനെ സങ്കല്പിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാവും. കാരണം അയാളുടെ മനസ്സ് അങ്ങനെയാണ്. അയാളുടെ മനസ്സ് ഒട്ടും തന്നെ ശാന്തമല്ല. അയാളുടെ മനസ്സ് ആഗ്രഹങ്ങൾ കൊണ്ടും ദുര കൊണ്ടും ഒക്കെ വളരെ വളരെ കലുഷിതമായിരിക്കും. അങ്ങനെ കലുഷിതമായ ഒരു മനസ്സിന് തൻ്റെ ഉള്ളിൽ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ നിത്യനായ നാശമില്ലാത്ത ഒരാത്മചൈതന്യം ഉണ്ട്. ഈ ആത്മചൈതന്യമാണ് ഞാൻ ജീവനായി അനുഭവിക്കുന്നത്. ഈ ആത്മചൈതന്യമാണ് എൻ്റെ ഉള്ളിൽ ബോധമായി പ്രകാശിക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരാൾക്ക് സങ്കല്പിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പോൾ ഈ യജ്ഞാനുഷ്ഠാനത്തിലാണ് ഈ പരമാത്മ ചൈതന്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞാൽ യജ്ഞകർമ്മത്തിലൂടെ ആണ്, യജ്ഞകർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സർവഗതമായ ഈ ബ്രഹ്മത്തെ അറിയുന്നത് എന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ. അപ്പോൾ തസ്മാത് സർവഗതം ബ്രഹ്മ, അതുകൊണ്ട് സർവഗതമായ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരാളുടെ അറിവ്, തിരിച്ചറിവ്, അത് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇങ്ങനെ ഈ യജ്ഞാനുഷ്ഠാനത്തിലൂടെ ഈ ബ്രഹ്മത്തെ അറിയുന്നു. ഈ ബ്രഹ്മമാകട്ടെ ഈ യജ്ഞത്തെ നിലനിർത്തുന്നു. ഇങ്ങനെ ഒരു ചക്രം ഇവിടെ ഉണ്ടാവുകയാണ്. അതാണ് പറയുന്നത് ഏവം പ്രവർത്തിതം ചക്രം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ചക്രം, അതായത് യജ്ഞാനുഷ്ഠാനത്തിലൂടെ പരമാത്മ ചൈതന്യത്തെ അറിയുകയും പരമാത്മ ചൈതന്യം യജ്ഞാനുഷ്ഠാനത്തിനുള്ള സിദ്ധി മനുഷ്യന് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു ചക്രം, ഈ ഒരു ചക്രം ന അനുവർത്തയതി ഇഹ. ഇഹ, ഈ ഭഗവത്ഗീത അനവധി തവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ഇഹ. ഇപ്പോൾ, ഇവിടെ. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള കർമ്മത്തെക്കുറിച്ചാണ്. കർമ്മം എപ്പോഴും നമുക്ക് വർത്തമാനകാലത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. ആലോചിച്ച് നോക്കൂ. നമുക്ക് ഭാവി കാലത്തെക്കുറിച്ച് സങ്കല്പിക്കാം, അതുപോലെ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് സ്മരിക്കാം, ഓർമ്മിക്കാം. പക്ഷേ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഇപ്പോൾ വാഗിന്ദ്രിയം, അതുപോലെ കയ്യ്, കാല് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കർമ്മം ചെയ്യണമെങ്കിൽ അത് വർത്തമാനകാലത്തിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇഹ, ഇപ്പോൾ, ഇവിടെ. ഇവിടെ നമുക്ക് ഈ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അല്ലാതെ നാളെ, ഇന്ന് ഇതൊക്കെ ചെയ്താൽ കുറേ നാൾ കഴിയുമ്പോൾ നാളെ അല്ലെങ്കിൽ മരണത്തിന് ശേഷം, അങ്ങനെയല്ല. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ കർമ്മയോഗാനുഷ്ഠാനം ചെയ്യുമ്പോൾ ആണ് ഒരാളുടെ മനസ്സ് ശാന്തമാകുന്നത്. അതാണ് ഇവിടെ ഈ യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. യജ്ഞാനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സർവഗതമായ ബ്രഹ്മം അയാളുടെ ബോധത്തിലേക്ക് പ്രകാശിക്കുകയാണ്. അയാളുടെ ബോധത്തിൽ അയാൾ അറിയുകയാണ് ചെയ്യുന്നത്. ആ അറിയുന്നതിലൂടെയാണ് അയാൾ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത്. അതൊരു ജ്ഞാനാവസ്ഥയാണ്, മനസ്സിൻ്റെ ഒരു മെച്യൂരിറ്റിയാണ്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ. ഇവിടെ ആരാണോ ഈ ചക്രത്തെ അനുവർത്തിക്കാതിരിക്കുന്നത്, ഏതാണ് ആ ചക്രം? ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഈ പരമാത്മ ചൈതന്യത്തെ ഉള്ളിൽ അനുഭവിക്കുക. ഈ പരമാത്മ ചൈതന്യത്തെ ഉള്ളിൽ അനുഭവിക്കുന്നതിലൂടെ വീണ്ടും കർമ്മയോഗത്തിനുള്ള ഒരു പ്രേരണ ഉണ്ടാവുക. അതെങ്ങനെ ആ ഒരു ചക്രം അങ്ങനെ ആരാണോ ആ ചക്രത്തെ അനുവർത്തിക്കാതിരിക്കുന്നത്, അഖായുഹു. അഖം എന്ന് പറഞ്ഞാൽ പാപം. ഞാൻ നേരത്തെ പറഞ്ഞു കിൽബിഷം അഥവാ പാപം, അഖം എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവായ വാസനകൾ, ടെൻഡൻസീസ് സൃഷ്ടിക്കുന്നതായ കർമ്മങ്ങളെയാണ് പാപം എന്ന് പറയുന്നത്, അഖം. അങ്ങനെ അഖായുഹു എന്ന് പറഞ്ഞാൽ, ആയു എന്ന് പറഞ്ഞാൽ ആയുസ്, ജീവിതം. ആ പാപപൂർണമായ ഒരായുസ് ആണ് അയാൾ. നെഗറ്റിവിറ്റിയുടേതായ ഒരായുസ്സാണ്.
ജീവിതമാണ്. ആ നെഗറ്റിവിറ്റിയുടേതായൊരു ജീവിതത്തിലൂടെ എന്താ ഉണ്ടാകുന്നത്? നെഗറ്റിവിറ്റി, ദുഃഖം. അയാൾക്കും ചുറ്റുപാടുമുള്ളവർക്കും ഒക്കെ ദുഃഖം. ഇതാണ് അഖായു. എന്തൊരു പ്രയോഗമാണത്! അഖം നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരായുസ്, അതാണ് അഖായുഹു. മാത്രമല്ല ഇന്ദ്രിയാരാമഹ, ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കുന്നവനാണ് ഇന്ദ്രിയാരാമൻ. ആ ഇന്ദ്രിയ സുഖങ്ങളെ, കാണുന്ന സുഖം, കേൾക്കുന്ന സുഖം, നാവിൻ്റെ സുഖം, സ്പർശന സുഖം, ഇങ്ങനെ ഈ സുഖങ്ങളിൽ രമിക്കുക, അതാണ് ഇന്ദ്രിയാരാമൻ. അങ്ങനെ ഇന്ദ്രിയാരാമനായിട്ടും ഈ പാപപൂർണമായ ആയുസ്സോടുകൂടിയും ജീവിക്കുന്നത് ഒരു വ്യർത്ഥമാണ്. അയാൾ 60 വർഷം വരെയോ അല്ലെങ്കിൽ അയാൾ 80 വർഷം വരെയോ ഇനി 110 വർഷം വരെയോ ജീവിച്ചാലും ആ ജീവിതം കൊണ്ട് അയാളുടെ മനസ്സിന് ഒരു വികാസം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് മോഖം പാർത്ഥ സജീവതി, സഹ മോഖം ജീവതി. അയാളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു വേസ്റ്റാണ്. മോഖം എന്ന് പറഞ്ഞാൽ വ്യർത്ഥം, വേസ്റ്റ് എന്നർത്ഥം. അത് വേസ്റ്റാണ് അയാളുടെ ജീവിതം, ഒരു വ്യർത്ഥമാണെന്നർത്ഥം. യാതൊരു അർത്ഥവുമില്ല. ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഈ മനസ്സിലുള്ള ഈ പാപവാസനകൾ അഥവാ നെഗറ്റീവായ വാസനകൾ ഒന്നൊന്നായി ഇല്ലാതെയായി മനസ്സ് ശുദ്ധമായി ശാന്തിയും സമാധാനവും മനസ്സിലുണ്ടായി അതിൻ്റെ ഫലമായി ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ നിത്യനായ ആത്മചൈതന്യത്തെ അറിയുകയും ആ അറിയുന്നതിലൂടെ ആത്യന്തിക ദുഃഖനിവൃത്തിയിലേക്ക് എത്തുകയും, അതാണ് മോക്ഷം, ആ നിവൃത്തിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ അയാൾ ഈ ചക്രത്തെ, ഏതാണ് ആ ചക്രം എന്ന് പറയുന്നത്? കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഈ പരമാത്മ ചൈതന്യത്തെ അനുഭവിക്കുകയും ഈ പരമാത്മ ചൈതന്യത്തെ അനുഭവിക്കുന്നതിലൂടെ വീണ്ടും കർമ്മയോഗാനുഷ്ഠാനത്തിനുള്ള പ്രേരണയുണ്ടാവുകയും, ഇതിങ്ങനെ ആ ഒരു ചക്രമാണ്. ആ ഒരു ചക്രം അനുവർത്തിക്കാതിരിക്കുന്നതിൻ്റെ ഫലമായി അയാൾ അഖായുഹു, പാപം നിറഞ്ഞ ഒരായുസ്സായിത്തീരുകയും ഇന്ദ്രിയാരാമൻ. കാരണം എന്താണ്? അയാൾ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. എന്താണ് ആഗ്രഹിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇന്ദ്രിയ സുഖങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയാരാമനും ആയിട്ട് ജീവിച്ച് അയാളുടെ ജീവിതം വ്യർത്ഥമാക്കി കളയും. അതാണ് മോഖം പാർത്ഥ, അല്ലയോ പാർത്ഥ, പൃഥയുടെ, കുന്തിയുടെ പുത്രനായിട്ടുള്ള പാർത്ഥ എന്ന്. അങ്ങനെ ജീവിതം വ്യർത്ഥമാക്കി കളയാത്ത ഒരാളാണ് കുന്തി. അതുകൊണ്ടാണ് ആ കുന്തിയുടെ മകനെ എന്നിവിടെ പാർത്ഥ എന്ന് ഇവിടെ വിളിക്കുന്നത്. അതുകൊണ്ട് നീയും അങ്ങനെ ജീവിതം വ്യർത്ഥമാക്കി കളയരുത് എന്ന് സൂചന. ഏവം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിക്കുന്നതായ ആ പ്രകൃതി ചക്രം ന അനുവർത്തയതി ഇഹ യഹ, ഇഹ ന അനുവർത്തയതി യഹ, യാതൊരുവനാണോ ഇവിടെ ഈ ജീവിതകാലത്ത് ഇത് അനുവർത്തിക്കാതിരിക്കുന്നത്, അഖായുഹു, പാപപൂർണമായ ആയുസ്സോടുകൂടിയവനും ഇന്ദ്രിയാരാമഹ, ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കുന്നവനുമായിട്ടുള്ള, ഓരോ ഇന്ദ്രിയ സുഖത്തിലും രമിക്കുന്നത് ആ സമയം പോക്കുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു വിധത്തിലുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല. പ്രോഗ്രസ് ഉണ്ടാകുന്നത് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ, കർമ്മയോഗാനുഷ്ഠാനത്തിന് ആവശ്യമായ ശാസ്ത്ര പഠനത്തിലൂടെ ഒരാൾ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ സഹ മോഖം ജീവതി, അയാളുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. ഇങ്ങനെ വ്യർത്ഥമാക്കാതെ, ജീവിതം വ്യർത്ഥമാക്കാതെ പകരം ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സൂചിപ്പിക്കുന്ന ശ്ലോകത്തിലേക്ക് നമുക്ക് അടുത്ത ഗീതാസപര്യയിൽ പ്രവേശിക്കാം. ഇനി വരുന്ന ഗീതാസപര്യകളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.